ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും കണ്ട് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയുടെ തൊട്ടടുത്ത് നിന്നൊരു കിണ്ണം കാഴ്ച ഫുഡ് അടി. ഇത്രക്കും മാരകമായിട്ടുള്ള ആംബിയൻസ് ഇപ്പൊ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എജ്ജ് അത് വൈബ് എന്ന് പറയും. യൂട്യൂബറും നമ്മുടെ ഒരേ ഒരു സുഹൃത്തായ തോഫിക്കയുടെ ജിബിനാസ് കഫയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ എയർപോർട്ടിന്റെ തൊട്ടടുത്താണ്. ഗൂഗിൾ മാപ്പിൽ കണ്ട് ജസ്റ്റ് അടിച്ച് പോയാൽ മതി. ഇവിടുന്ന് എയർപോർട്ടും അതേപോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡിങ്ങും കാണാൻ അതിഗംഭീരമാണ്. സമയം ഏകദേശം ഉച്ചമുക്കാൽ കഴിഞ്ഞ് വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി കാര്യപരിപാടി, അതായത് നമ്മുടെ ഫുഡ് അടി പരിപാടിയിൽ കയറി ചെന്നപ്പോഴേ നല്ല ഷവായ കറങ്ങുന്നൊക്കെ കണ്ടു. ഞാൻ ഒന്നങ്ങോട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വാഴയിലയിൽ ഒരു കിണ്ണം കാച്ചി അടിപൊളി ചിക്കൻ ബിരിയാണി. നമ്മുടെ ജുമീനൊക്കെ ഷവായും മന്തിയാണ് ഓർഡർ ആക്കിയത്. മിക്ക സ്ഥലത്തുനിന്നും അവരുടെ പ്രധാന ഫുഡ് തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ കൊച്ചിക്കാരുടെ ബിരിയാണി എങ്ങനെ ഉണ്ട് നോക്കണല്ലോ. ഷവായും മന്തിയും കണ്ടിട്ട് ഓക്കെയാണ് മക്കളെ. മന്തിയുടെ കൂടെ സൈഡായിട്ട് ചട്നിയും മയോണൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മുടെ ബിരിയാണിയുടെ സൈഡായിട്ട് പുളിഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ നല്ല നാടൻ ചമ്മന്തി, പപ്പടം, പിന്നെ അച്ചാറ്, തൈര്. പപ്പടം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് പുളിഞ്ചിയും തൈരും ചമ്മന്തിയൊക്കെ കൂട്ടി ഒരു ചിക്കന്റെ പീസ് അടിച്ചുണ്ടല്ലോ, ഒരു രക്ഷയില്ല. നല്ല കിണ്ണം കച്ച് കെറുമാണി. കൊച്ചിക്കാരുടെ ബിരിയാണി കലക്കി മക്കളെ. അവരുടെ ഷവായും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ലാട്ട മസ്റ്റ് ട്രൈ ആണ്. ബിരിയാണിയിലാർ ഒരു പൊടിക്ക് മുന്നിൽ ഷവായി നിൽക്കുന്നുണ്ടോ സംശയമുണ്ട്. അവിടുത്തെ മന്തി റൈസും മ്യാരകാണ്. ഷവായി മന്തി റൈസും മസ്റ്റ് ആണ് മക്കളെ. അതിന്റെ ഇടയിൽ നമ്മുടെ എമ്മി അവിടെ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട്. ഈവനിങ് ആകുമ്പോഴേക്കും ഒരുപാട് ഐറ്റംസുകൾ വേറെയുണ്ട്. ഇപ്പൊ ഉച്ച സമയം ആയതുകൊണ്ടാണ് കേട്ടോ. ഏതായാലും കൊച്ചി എയർപോർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജിബിനാസ് കഫേയിൽ കയറാൻ മറക്കരുത്. രാത്രി 1 മണി വരെ ഉണ്ട്. ഫുഡും ആംബിയൻസും മിയാണ് കേട്ടോ.